ഓക്കെ, ഞാന് മാത്തമാറ്റിക്സ് വലിയ ഇഷ്ടം അത്രക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് നിത്യജീവിതത്തില് ആവശ്യം വരുന്ന കുറച്ച് കണക്കുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പെർസെന്റേജ് കാണുക, അതുപോലെ തന്നെ സ്ഥലത്തിന്റെ അളവ്. ഒരു സ്ഥലം പോയി റൂം എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അല്ലെങ്കിൽ എത്ര മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അത് എത്ര സെന്റ് ആണ്, അതൊരു സെന്റിനെ ഏക്കറിലേക്കും. അതുപോലെ നമുക്ക് ഒരു നികുതി ഷീറ്റൊക്കെ വില്ലേജിൽ പോയിട്ട് ഒരു നികുതി ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആർസിലാണ് ഇതിൽ എത്ര 0.23 ആർസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ അത് എങ്ങനെ സെന്റിലേക്ക് മാറ്റുക. അതുപോലെ പിന്നെ കുറച്ച് രസകരമായിട്ടുള്ള നമുക്ക് ഭയങ്കര പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയും, അതിലുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പൊ നമ്മള് ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്രീമിയർ ലീഗിൽ 20 ടീം ഉണ്ടെങ്കിൽ എല്ലാവരോടും കളിക്കുകയാണെങ്കിൽ എത്ര ഗെയിംസ് വരും. അതേമാതിരി തന്നെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരു 50 കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എത്ര ഹാൻഡ് ഷേക്സ് വരും. അതുപോലെ വേറെ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിചാരിക്കുന്നത്, ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, ഒരു മലയാളത്തിന്റെ ടീച്ചറാണ്, പക്ഷെ മാത്സ് തീരെ താല്പര്യമില്ല. അങ്ങനെ ഒരു ടീച്ചർക്കും നമുക്ക് എന്ത് ആവശ്യം വരും. അവരുടെ ടീച്ചിങ്ങിൽ അവർക്ക് ഇപ്പൊ ഒരു 25 മാർക്കിൽ ടീച്ചർ എക്സാം നടത്തി 19 മാർക്കാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്റേണൽ മാർക്ക് ഇടണം ഔട്ട് ഓഫ് 6. 6 ഇന്റേണൽ മാർക്ക് എത്ര വരും? 25 19 കിട്ടിയാൽ 6 എത്ര ഉണ്ടാവും? അതൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്കുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. 25 ഒരു കുട്ടിക്ക് 25 നടത്തിയ എക്സാമിന് ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? ഒരു 17 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചർ ഇന്റേണൽ ഇടുമ്പോൾ ടോട്ടൽ മാർക്ക് 7 മാർക്കാണ്. ടോട്ടൽ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ 7 ആണ്. അങ്ങനെ 7ൽ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര ചെയ്താൽ മതി. ടോട്ടൽ ഇന്റേണൽ എത്ര? 7 ആണ്. ഹരിക്കണം ടോട്ടൽ മാർക്ക് എത്ര എക്സാമിന്റെ? 25 മാർക്കാണ്. ഇൻഡു കിട്ടിയ മാർക്ക് ചെയ്താൽ മതി. 17 മാർക്ക് കിട്ടിയെങ്കിൽ 17. അതല്ല ഒരു കുട്ടിക്ക് 25 കിട്ടിയിട്ടുണ്ടെങ്കിൽ 25. അപ്പൊ ഓരോ കുട്ടികളും ഇപ്പൊ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. 60 കുട്ടികളുടെ ഇന്റേണൽ മാർക്ക് ഇടണമെങ്കിൽ ടീച്ചർ ഇത്ര ചെയ്താൽ മതി. 7/25 എന്നുള്ള നമ്പർ കണ്ടാൽ മതി. 7/25 എത്ര? അതിന് ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഓരോ പ്രോബ്ലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന് കിട്ടും. ഇപ്പൊ 7/25 എന്ന് പറയുമ്പോൾ 25 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടി എടുത്താൽ മതി. 25 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടിന്റെ ഇരട്ടി എടുക്കുക എന്ന അർത്ഥം. ഇരട്ടിന്റെ ഇരട്ടി എടുത്തിട്ട് 2 പോയിന്റ് പുറത്തിട്ട് കൊടുക്കണം, 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കണം. എന്താ അതിന് കാരണം? അപ്പൊ പല ഈ PSC പരീക്ഷന്റെ ക്ലാസ്സിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. 25 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടിന്റെ ഇരട്ടി എടുക്കുകയാണ്. അപ്പൊ ആളുകൾ വിചാരിക്കും പരീക്ഷക്ക് അതൊക്കെ കേട്ട് പോയിട്ട് പരീക്ഷ ആളിലെത്തുമ്പോ ഇരട്ടിന്റെ ഇരട്ടിയാണോ, ഇനി 25 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ പകുതിന്റെ പകുതി എടുക്കലാണ്. ഈ പകുതിന്റെ പകുതി എടുക്കലാണോ ഇരട്ടിന്റെ ഇരട്ടിയാണോ? അതാകെ കൺഫ്യൂഷൻ ആവും, ഒക്കെ തെറ്റിപ്പോവും. എന്നാൽ മനസ്സിലാക്കി പഠിച്ചാൽ എന്താണ് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പഠിച്ചാൽ പിന്നെ ഏത് കാലത്തും അയാൾക്ക് ഏത് സമയത്തും പരീക്ഷയ്ക്ക് മാത്രമല്ല എപ്പോ നിത്യജീവിതത്തിൽ എപ്പം കണക്ക് കൂട്ടാണ്ടാവുമ്പോഴും അയാൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പൊ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് 7/25 എന്ന് പറഞ്ഞാൽ ഇരട്ടിന്റെ ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഉള്ള അർത്ഥം? 7/25 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 7 ഹരിക്കണം 100/4 ആണ്. ആര്? 25 എന്ന് പറഞ്ഞാൽ 100/4 ആണല്ലോ. അപ്പൊ ഇതിങ്ങനെ വരും. 7 ഹരിക്കണം 100 ഗുണിക്കണം 4. 100/4 മുകളിലെത്തുമ്പോൾ ഇൻറ്റു 4 ആവും. ഇനി 7 × 4/100 ആണിത്. 7 × 4 എന്ന് പറഞ്ഞാൽ എന്താ? 7 × 2 × 2 ഹരിക്കണം 100. അപ്പൊ എന്താ? 7 × 2 പറഞ്ഞാൽ 7ന്റെ ഇരട്ടി 14. 14 × 2 പറഞ്ഞാൽ അതിന്റെ വീണ്ടും ഇരട്ടി 28. 28/100. അപ്പൊ 28 ഇട്ടിട്ട് 2 പോയിന്റ് പുറത്തിട്ടാൽ മതി. പോയിന്റ് 28 എന്ന് കിട്ടും. അപ്പൊ ഈ ടീച്ചർ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മളോട് ഒരാൾ ഒരു ടീച്ചർ മാത്സ് അറിയാത്ത ടീച്ചർ ചോദിക്കുകയാണ്, ഞാനിങ്ങനെ എക്സാം നടത്തി, എനിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മാർക്കിന് ഇന്റേണലിലേക്ക് അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ ഹരിക്കണം ഇന്റേണൽ മാർക്കിന്റെ ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ മാക്സിമം മാർക്ക് 7 ഹരിക്കണം പരീക്ഷ നടത്തിയ ടോട്ടൽ മാർക്ക് 25. ആ കോൺസ്റ്റന്റിനെ ഓരോ കുട്ടിന്റെയും മാർക്ക് കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾക്ക് 7ലുള്ള ഇന്റേണൽ മാർക്ക് കിട്ടും. 7ലുള്ള ഇന്റേണൽ മാർക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം, ഓക്കെ, വേറൊന്ന് പെർസെന്റേജ് കാണാതിരിക്കും. പെർസെന്റേജിനെ പറ്റി പലർക്കും ഇപ്പൊ നോക്കാം. നമുക്കൊരു 8% ഓഫ് 25 കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ കേരള PSC ഒക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലത്തേക്കും നമുക്ക് ആവശ്യം ഉണ്ടാവും. 25ന്റെ 8%. 25ന്റെ 8% എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 8ന്റെ 25% എന്നും പറയാം. എന്താ കാരണം? എക്സിന്റെ Y പെർസെന്റേജ് എന്താ? എക്സിന്റെ Y പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ X ഗുണിക്കണം Y/100.
അതിന് നമുക്ക് എന്ത് എക്സ് ഗുണിക്കണം വൈ എന്ന് പറഞ്ഞാൽ വൈ ഗുണിക്കണം എക്സ് ആ, വൈ ഗുണിക്കണം എക്സ് ബൈ 100. സോ വൈന്റെ എക്സ് പെർസെന്റേജ് ആണത്. അപ്പൊ എക്സിന്റെ വൈ പെർസെന്റേജും വൈന്റെ എക്സ് പെർസെന്റേജും ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് 8ന്റെ 25% എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ 25ന്റെ 8% എന്ന് പറഞ്ഞാൽ 8ന്റെ 25%. 8ന്റെ 25% എത്ര ഞാൻ പറയും? 8ന്റെ 25%. 8ന്റെ 25%. എന്താ 25% എന്ന് പറഞ്ഞാൽ 25/100, 1/4. 1/4 എന്ന് പറഞ്ഞാൽ പകുതിന്റെ പകുതി. 25% എന്ന് പറഞ്ഞാൽ 4/1 അല്ലെ, പകുതിന്റെ പകുതി. 8ന്റെ പകുതിന്റെ പകുതി എത്ര? 4ന്റെ പകുതി 2 അല്ലെ. അപ്പൊ 8ന്റെ 25%. അപ്പൊ 8% ഓഫ് 25 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമല്ലേ 25% ഓഫ് 8 അല്ലേ? അതെത്ര? 2 അല്ലേ? ഓക്കെ. ആ രീതിയിൽ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഓക്കെ, 36% ഓഫ് 50. അപ്പൊ എന്ത് ചെയ്താൽ മതി? 36% ഓഫ് 50 എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? 50% ഓഫ് 36. 50% ഓഫ് 36 എത്ര? 50% എന്ന് പറഞ്ഞാൽ പകുതി എന്നാ. 36 പകുതി 18 അല്ലെ? വളരെ ഈസി ആയിട്ട് കിട്ടി. അപ്പൊ അങ്ങനെ. അപ്പൊ എക്സിന്റെ വൈ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈന്റെ എക്സ് പെർസെന്റേജ് ആണ്. അതേപോലെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒരാളുടെ സാലറി 150% വർദ്ധിച്ചു. റിവിഷൻ വന്നപ്പോ, പേ റിവിഷൻ വന്നപ്പോ ഒരാളുടെ സാലറി 150% വർദ്ധിക്കുന്നത് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അയാൾക്ക് 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ എത്ര റുപ്യ ആവും? മാറും അത്. 50,000 രൂപ സാലറി ഉള്ള ഒരാളെ സാലറി 150% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? 150% എന്ന് പറഞ്ഞാൽ എത്ര? 1.5 ഇരട്ടി എന്നാണ് അല്ലെ? 150% എന്ന് പറഞ്ഞാൽ 150/100. 150/100 എന്ന് പറഞ്ഞാൽ 1.5 അല്ലെ? 150% എന്ന് പറഞ്ഞാൽ 150/100. 2 0 വെട്ടിയ 15/10 1.5. ദാറ്റ് ഈസ് 1.5 ഇരട്ടി എന്ന് അർത്ഥം. ഇപ്പൊ വേറെ ചിലത് പറയാറുണ്ട് 500% വർധനവുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ പോപ്പുലേഷൻ കഴിഞ്ഞ 100 വർഷത്തിൽ, കഴിഞ്ഞ നൂറ്റാണ്ടില് ഇന്ന നാട്ടിലെ പോപ്പുലേഷൻ 500% വർദ്ധിച്ചു. ഈ 500% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എത്ര? 5 ഇരട്ടിയായി. പണ്ട് 10 കോടി ജനങ്ങളുണ്ട്, ഇപ്പൊ 50 കോടി ജനങ്ങളായി. 5 ഇരട്ടി എന്നർത്ഥം. ഓക്കെ. അപ്പൊ അതാണ് പെർസെന്റേജിനെ പറ്റി. ഇനിയും നല്ല രസകരമായ കാര്യങ്ങൾ ഉണ്ട് അവർക്കിട്ടെ. ഇനി നമുക്ക്